ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു SATC വിക്ടേഴ്സ് അക്കാദമി. നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ക്ലാസ് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് ബിസിനസ്സിലെ പാർട്ട് 8 ആണ്, ബിസിനസ് റിസ്ക്സ്. അപ്പോൾ ഈ ഒരു പാർട്ട് ചോദിച്ചിരിക്കുന്നത് നാഷി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. 4 ദിവസം മുന്നേ കുട്ടി പറഞ്ഞു, സാർ പാർട്ട് 8 പെട്ടെന്ന് ഇടാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കാമെന്നുള്ളൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എല്ലാ വീഡിയോസും ഇനി മുതൽ ഫ്രീ ആണ്. യാതൊരുവിധ ചാർജുകളോ അല്ലെങ്കിൽ മെമ്പർഷിപ്പോ ഒന്നും നിങ്ങൾ എടുക്കേണ്ടതില്ല. മെമ്പർഷിപ്പ് ഫെസിലിറ്റി നമ്മുടെ ചാനലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് എല്ലാം ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബിസിനസ് റിസ്ക്സ്. എന്താണ് ബിസിനസ് റിസ്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തോ ഒരു അപകടം ആണ്. ശരിയാണ്. നിങ്ങളൊരു ബൈക്ക് എടുക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം, മെഡിക്കൽ ഇൻഷുറൻസ്. എന്തിനാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? നിങ്ങൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ, സപ്പോസ് നിങ്ങൾ ഒരു ബൈക്ക് വേറൊരു ആൾ ചെന്ന് ഇടിച്ചു, അയാൾക്ക് വളരെ വലിയൊരു ഹോസ്പിറ്റൽ കേസ് ആവശ്യമായിട്ട് വന്നു, അർജൻറ്റായി ഒരു 10 ലക്ഷം രൂപ വേണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് പെട്ടെന്ന് പൈസ എടുക്കാനുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ആ പൈസ കൊടുത്തോളൂ. അപ്പോൾ അത്രയും വലിയൊരു റിസ്ക് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ ചികിത്സയ്ക്കും ഇതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലും ആ അപകടം നിങ്ങൾക്ക് വരുത്തുന്ന ആൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പൈസ പെട്ടെന്ന് കിട്ടും. നമുക്ക് ആ ഒരു റിസ്ക് ഒഴിവാക്കാം, അല്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ ബിസിനസ്സിലും റിസ്ക്കുകൾ വരാം. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു വലിയൊരു തീപിടുത്തം നടന്നിട്ട് സാധനങ്ങളെല്ലാം കത്തിപ്പോയി എന്ന് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് നഷ്ടമായി നികത്തും ഇൻഷുറൻസ് കമ്പനി, നികത്തും, അല്ലേ? അപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് ആ റിസ്ക് എന്തിനാണ്? ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എന്താണ് ആക്ച്വലി ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്? നമുക്ക് പഠിക്കാനുള്ളത് ഏതൊരു സെൻസിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ജീവൻ എന്ന് പറയുന്ന ഒരാളെ നമുക്ക് എടുക്കാം. ജീവൻ ഓൺസ് എ പെട്രോൾ പമ്പ് സ്റ്റേഷൻ. ജീവന് ഒരു പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ആക്സിഡൻറ്റ് ആൻഡ് ഇഞ്ചുറി ഇൻ വർക്ക് പ്ലേസ് സംഭവിക്കാം. പെട്രോൾ പമ്പിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം പെട്രോളാണ്, തീ പിടിക്കാൻ സാധ്യത ഏറെയുള്ളതാണ്. അങ്ങനെ ജീവൻ്റെ പെട്രോൾ പമ്പിന് തീ പിടിച്ചു. പാവം ജീവൻ കഴിഞ്ഞ 2019 ഡിസംബറിലാണ് തീ പിടിച്ചത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഡിസംബറിൽ തീ പിടിച്ച് അപ്പോഴത്തേക്കും നമ്മുടെ കോവിഡ് വരുന്നുള്ളൂ. അപ്പോൾ തീ പിടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോവിഡൊക്കെ വരുന്നത്. അങ്ങനെ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൂട്ടിയിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറക്കാം എന്ന രീതിയിൽ പുള്ളിക്കാരൻ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും വരുന്നു വാട്ടർ ഫ്ലോഡ്, വെള്ളപ്പൊക്കം. അങ്ങനെ അന്ന് കുറേ കാറുകൾ അവിടെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ വെള്ളത്തിലായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ സാറ് ഈ പറയുന്ന ആക്സിഡൻറ്റ് താഴെ ഒരു വേർഡ് എഴുതിയിട്ടുണ്ട്, അൺസെർട്ടനിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം, പക്ഷെ എപ്പോഴാണെന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വണ്ടി ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം, പക്ഷേ എപ്പോഴാണ് വണ്ടി ഇടിക്കുക എന്നറിയില്ല. ദാറ്റ് ഈസ് നോൺ ആസ് അൺസെർട്ടനിറ്റീസ്. അപ്പോൾ ജീവൻ്റെ പെട്രോൾ പമ്പിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെ തീ പിടിച്ചാൽ കിടത്താനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എന്നാൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റി, ദർ ഇസ് എ പോസിബിലിറ്റി, ബട്ട് നമുക്കറിയില്ല എപ്പോഴാണെന്ന്. ദാറ്റ് ഈസ് നോൺ ആസ് അൺസെർട്ടനിറ്റീസ്. എന്നാൽ വാട്ടർ ഫ്ലൂഡോ? എല്ലാ ദിവസവും എല്ലാ വർഷവും വെള്ളപ്പൊക്കം വരുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? നമുക്ക് ഇല്ല. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല, അല്ലേ? ആദ്യത്തെ തവണ വെള്ളപ്പൊക്കം വന്നത് മറ്റേ ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് തുറന്ന് വിടാൻ വൈകി. അപ്പോൾ നമ്മൾ അതിനൊരു ഐഡിയ ഉണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നു. പക്ഷേ അതേപോലെ പിന്നീട് നമുക്ക് വന്നില്ല, കാരണം നമ്മളത് കൺട്രോൾ ചെയ്തു, അത്രയും അധികം വന്നില്ല. അപ്പോൾ ഈ വാട്ടർ ഫ്ലൂഡ് എന്ന് പറയുന്നത്, വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് വന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കൊടുങ്കാറ്റ് വന്നു, വളരെ പെട്ടെന്ന് വന്നതാണ്. നമുക്കൊരിക്കലും അത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും ബിസിനസ്സിൽ സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് എന്നാണ് പറയുക. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ. ഭൂമി കുലുക്കം നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. എന്നാൽ ഈ പറയുന്ന ഫയർ നമുക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, എന്നാൽ എപ്പോഴാണെന്ന് അറിയില്ല. സാറ് ഈ 2 വേർഡ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്. 2 വേർഡ് നിങ്ങൾ ഓർത്തിരിക്കണം. 1 അൺസെർട്ടനിറ്റീസ്, 2 അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി നമുക്ക് ബാലരമയിൽ കാണുന്നൊരു കഥാപാത്രമുണ്ട്, കുട്ടൂസൻ. ഇപ്പോൾ ബാലരമ എന്നാരും വായിക്കാത്തതുകൊണ്ട് കുട്ടൂസൻ എന്ത് ചെയ്തു? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങി. ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കുട്ടൂസൻ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. അതായത് ഷർട്ടും പാൻറ്റൊക്കെ തുണിയെടുത്ത് തയ്പ്പിച്ചിട്ട് അവിടെ തന്നെ വെക്കുകയാണ്. മനസ്സിലായോ? അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട പരിപാടിയൊന്നുമില്ല. ചുരിദാറൊക്കെ വേറെ കുട്ടികളെയൊക്കെ നിർത്തി തയ്പ്പിച്ച് നല്ല അടിപൊളിയാക്കി അങ്ങനെ അവിടെ ഇടുന്ന ഒരു സംഭവമാണ് കുട്ടൂസൻ ചെയ്യുന്നത്. പക്ഷേ ഒരു പഴയ മോഡൽസാണ്, പുതിയ മോഡൽസൊന്നും കുട്ടൂസൻ ചെയ്യുന്നില്ല. മനസ്സിലായോ? ഓക്കെ.
അപ്പോൾ ഡാമേജ് ബൈ ഫയർ, ഫ്ലൂഡ് ഓർ അതർ നാച്ചുറൽ ഡിസാസ്റ്റർ, നമ്മളിപ്പോൾ കണ്ടതുപോലെ ഫയർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ എന്താ പറയുക കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഒക്കെ വന്നിട്ട് ഈ പറയുന്ന കുട്ടൂസിൻ്റെ കടയും നശിക്കാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ഫിനാൻഷ്യൽ ലോസ് ഡ്യൂ ടു എക്കണോമിക് ഡൗൺ ടേൺ, ചിലപ്പോൾ ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കാൻ കയറിയെന്ന് വരില്ല. കാരണം എന്താണ്, ജോലി നഷ്ടപ്പെടുക. ഇപ്പോൾ COVID-19 കണ്ടില്ലേ, ജോലിയില്ല, ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല, പർച്ചേസ് ചെയ്യുന്നില്ല, ഉള്ള തുണി തന്നെ മതി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ എക്കണോമിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരു റിസ്ക്കാണ്. മൂന്നാമത് നമുക്ക് പറയുകയാണെങ്കിൽ ലോസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് ഓർ കസ്റ്റമേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ. ചില കസ്റ്റമേഴ്സ് വന്ന് നോക്കുമ്പോൾ ഇതെന്ത് കടയാണ്, ഇത് പഴയ സാധനങ്ങളാണല്ലോ വീട്ടിൽ. നമ്മൾ ചില ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നാൽ ഇതൊക്കെ പഴയതല്ലേ, ഓൾഡ് സ്റ്റോക്കല്ലേ, പുതിയതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, പിന്നെ ഒരിക്കലും ആ കടയിൽ കയറില്ല. കാരണം അവിടെ കളക്ഷൻ ഇല്ല എന്ന് പറയും. ഓക്കെ, കളക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവിടെ തുണികളില്ല എന്നാണ്. ഓക്കെ, അടുത്തത് ഡിക്രീസ് ഇൻ മാർക്കറ്റ് ഷെയർ ബിക്കോസ് ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ഓർ പ്രൊഡക്ട്സ് എൻ്റർ ഇൻ ദ മാർക്കറ്റ്. തൊട്ടടുത്ത് നല്ല അടിപൊളി കടകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പുതിയ ഉഗ്രൻ ട്രെൻഡും അതുപോലെ തന്നെ സൂപ്പർ ഫാഷനൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടൂസിൻ്റെ സെയിൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ പുതിയ ആൾക്കാർ വരുന്നത് നമുക്കൊരു റിസ്ക്കാണ്. ഗവൺമെൻറ് ആക്ഷൻ. ഗവൺമെൻറ് പറഞ്ഞു COVID-19 ആണ്, അപ്പോൾ ആൾക്കാർ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ഈ തുണി എടുത്തിട്ട് പിന്നെയും കൊണ്ടുവന്നിട്ട് ഇട്ടൊക്കെ നോക്കി, അങ്ങനെയൊന്നും പറ്റില്ല. അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു ഗവൺമെൻറ്, അടച്ചിടാൻ പറഞ്ഞു. സോ ഇതെല്ലാം റിസ്ക്കാണ്. എന്താണ് റിസ്ക്? നമുക്ക് ലാഭമില്ല, നമുക്ക് ജീവിക്കണ്ടേ, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ, ഇതിനൊന്നും നമുക്ക് പൈസ കിട്ടുന്നില്ല. ഇതാണ് ആക്ച്വലി നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആർ നോൺ ആസ് ബിസിനസ് റിസ്ക്. ഇതൊക്കെ എന്താണ്, ബിസിനസ്സിൻ്റെ റിസ്ക്കാണ്. സോ അപ്പോൾ നമ്മൾ 2 വേർഡാണ് പഠിച്ചത്. ഒന്ന് എന്താണ്, അൺസർട്ടനിറ്റീസ്. അതായത് ഇപ്പോൾ ആ പെട്രോൾ പമ്പ് കത്ത് പിടിച്ചത് അതിൽ നമുക്കവിടെ അറിയാം ഫയറിൻ്റെ എല്ലാ സാധനങ്ങളെ സെറ്റപ്പ് ഉണ്ട്, കത്ത് പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ വണ്ടി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുന്നത് ആക്സിഡൻറ്റ് പറ്റാൻ സാധ്യതയുണ്ട്, ഒരു ചെറിയ പ്രതീക്ഷയുണ്ട് നമുക്ക്. അൺസർട്ടനിറ്റീസ് പക്ഷേ എപ്പോഴാണെന്ന് അറിയില്ല. ഓക്കെ, 2 നമ്മൾ പഠിച്ചത് എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. അതായത് ഇത് നമുക്ക് ഒരു പ്രതീക്ഷയുമില്ല, വന്നാൽ തന്നെ അപ്പം നേരിടാമെന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ കൊടുങ്കാറ്റ് വന്ന് എന്ത് ചെയ്യാനാണ്, നമ്മൾ ഒന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ആ വെള്ളം പോകണം ഇറങ്ങി, അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അൺഎക്സ്പെക്റ്റഡ് ആണ്, എപ്പോഴാണ് സംഭവിക്കണേന്ന് പറയാൻ പാടില്ല. നമുക്ക് എന്താണ് അടുത്തതൊന്നും ഒരു പ്രതീക്ഷയില്ല. അതാണ് അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് റിസ്കിനെ നമുക്ക് ഈ 2 വേർഡിനോട് അങ്ങോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് ബിസിനസ് റിസ്ക്? ദ ടേം ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ്സ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. അൺസർട്ടനിറ്റീസോ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സോ മൂലം നഷ്ടങ്ങൾ വരാം, അല്ലെങ്കിൽ എന്താണ്, ഉള്ള ലാഭത്തിൽ എന്താണ്, കുറവ് വരാം. ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് മീൻസ് നമുക്ക് കിട്ടുന്ന ലാഭം കൊണ്ട് ചിലവുകൾ നികത്താൻ നമുക്ക് പറ്റുന്നില്ല. അതായത് 10,000 രൂപ ചിലവുണ്ട്, ശമ്പളമൊക്കെ കൊടുക്കണം, നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 7,000 രൂപയാണ്. അപ്പോൾ 3,000 രൂപ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും? കടം വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ശരിയാണോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അങ്ങനെ പോകുന്നതാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുന്നത്. ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദി പോസിബിലിറ്റി ഓഫ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ്. അതായത് നമുക്ക് ലാഭം നമ്മുടെ ചിലവിന് തികയുന്നില്ല, ഓർ ഈവൻ ലോസസ് അല്ലെങ്കിൽ നഷ്ടമുണ്ടാവുന്നു, കാരണം ടു അൺസർട്ടനിറ്റീസ്, ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഈവൻറ്റ്സ്. ബിസിനസ് റിസ്കിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സ്പെക്കുലേറ്റീവ് റിസ്ക്സും അതുപോലെ തന്നെ പ്യുവർ റിസ്ക്കും. എന്തൊക്കെയാണ്? സ്പെക്കുലേറ്റീവ് റിസ്ക്കും പ്യുവർ റിസ്ക്കും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ കുട്ടൂസിൻ്റെ കടയിലേക്ക് തന്നെ ഒന്ന് പോവാം. കുട്ടൂസിൻ്റെ കടയിൽ ഡാമേജ് ബൈ ഫയർ, ഫ്ലൂഡ് ഓർ അതർ നാച്ചുറൽ ഡിസാസ്റ്റർ. കുട്ടൂസിൻ്റെ കട ഒന്ന് കത്തിപ്പോയി ഒരു ദിവസം. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളപ്പൊക്കം വന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്, കൊടുങ്കാറ്റും വന്നു. ഇങ്ങനെ വരികയാണെങ്കിൽ 2 സാധ്യതകളാണുള്ളത്. ഫയറിൻ്റെ എക്സാമ്പിൾ മാത്രം നമ്മൾ എടുക്കുകയാണ്. ഫയർ വരികയാണെങ്കിൽ, അതായത് കത്തിപ്പോവുകയാണെങ്കിൽ നഷ്ടം സംഭവിക്കും, കംപ്ലീറ്റ് സാധനം നഷ്ടമായി. കത്തുന്നില്ലെങ്കിലോ, അതായത് കുട്ടൂസിൻ്റെ കടയിൽ കത്ത് പിടിക്കുന്നില്ല, അപ്പോൾ നഷ്ടമില്ല, പക്ഷെ ലാഭം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിന് ഇല്ല, ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് കത്ത് പിടിക്കുന്നില്ല, ഓക്കെ, നോ ലോസ്. നിങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയില്ലെങ്കിൽ ശരി, നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ നഷ്ടമൊന്നുമില്ല. പക്ഷെ എന്ന് വിചാരിച്ച് നിൽക്കുന്നെങ്കിൽ ലാഭമുണ്ട് അതുകൊണ്ട് ഇല്ല. അതുപോലെ ഈ ബിസിനസ്സിൽ കത്ത് പിടിക്കുന്നില്ല, അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സോ ദർ ഇസ് നോ ഗെയിൻ. പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല, നഷ്ടം ഉണ്ടാവുകയും ചെയ്യും, നഷ്ടം ഉണ്ടാവാതെയും ഇരിക്കാം. ഈ ഒരു 3 കേസൊന്നും മനസ്സിലാക്കി നോക്കിയേ. തീ പിടിച്ചാൽ നഷ്ടം ഉണ്ടാവും, തീ പിടിച്ചില്ലെങ്കിൽ നഷ്ടമില്ല എന്ന് വിചാരിച്ചാൽ അവിടെ ലാഭമില്ല. നഷ്ടമില്ലാത്തതൊക്കെ ലാഭമുണ്ടെന്ന് വിചാരിക്കരുത്. സോ നോ ഗെയിൻ. ദിസ് ഈസ് നോൺ ആസ് പ്യുവർ റിസ്ക്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്യുവർ റിസ്ക് എന്ന് പറഞ്ഞാൽ 2ാമത്തെ റിസ്ക്.
ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലോസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് ഓർ കസ്റ്റമേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷൻ. കസ്റ്റമർ വന്ന് ഓരോന്ന് എടുത്ത് നോക്കി പുതിയ ഫാഷൻ എടുക്കാൻ പറഞ്ഞപ്പോൾ പഴയ ഫാഷൻ ഡ്രസ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതെന്തിട്ടാണ്, ഇത് പഴയതല്ലേ, പുതിയതൊന്നുമില്ല, ഇവിടെ പുതിയ കളക്ഷനൊന്നും ഇല്ലേ, ഒന്നുമില്ലേ, ഒന്നും മഞ്ഞില്ലേ, എന്താണ് ഇതൊക്കെ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ഒന്നുമില്ലല്ലോ ഇതിനകത്തൊക്കെ. വെറുതെ ഇവിടം വരെ വന്ന് സമയം പോയി. ചേട്ടൻ അവിടെ നിന്നിട്ട് എല്ലാം പുതിയ കളക്ഷനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വെറുതെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരോട് ചൂടാവുമ്പോൾ അവരോടാണ് ഇവിടെ ഇതൊക്കെയുള്ളൂ, വേണമെങ്കിൽ വാങ്ങിച്ചാൽ അതിന് ഒരു വർത്താനം പറഞ്ഞില്ല, ഇന്ന് കുഴപ്പം തൻ്റെ ഒരു കട വേറെ കടയില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങിയാൽ പോരും അല്ലേ. പിന്നെ ഒരു കാരണവശാലും ചത്താലും ആ കടയിൽ കയറില്ല. അപ്പോൾ കസ്റ്റമറായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടിയും വലിയ അല്ലെങ്കിൽ കസ്റ്റമർക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ സെയിൽസ് എക്സിക്യൂട്ടീവ് പെരുമാറിയാലൊക്കെ ആ ബിസിനസ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. ഓക്കെ, മനസ്സിലായോ? അതൊന്നും നമ്മൾ ഒരിക്കലും മുൻകൂട്ടി പ്രതീക്ഷിക്കുന്നതല്ല. പെട്ടെന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കസ്റ്റമറോട് അങ്ങനെ പറഞ്ഞു പോയി, ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ ആ കസ്റ്റമർ വന്നപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, അതൊന്നും നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. കസ്റ്റമറിന് അയാൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം അവിടെ ഇല്ല, അതിപ്പോൾ നമുക്കറിയാൻ പറ്റില്ല അയാൾക്ക് എന്താണ് ഇഷ്ടമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ഈവൻ്റാണ് അവിടെ സംഭവിക്കുന്നത്. കണ്ടിട്ടില്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നമ്മൾ ഡ്രസ്സ് മാറുന്ന മുറിയിൽ കയറിയപ്പോൾ ഒരു മൊബൈൽ വെച്ച് ഒരാൾ പിടിച്ചു. അപ്പോൾ ആ ഒരു ബിസിനസ്സിൻ്റെ എല്ലാ ഷോപ്പുകളെയും അത് എഫക്റ്റ് ചെയ്യാണ്. അതൊരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, അങ്ങനെ മൊബൈൽ വെച്ച് ഒരാൾ പിടിക്കുമെന്നുള്ളത് ആ ഒരു കസ്റ്റമറും പ്രതീക്ഷിക്കുന്നില്ല, ആരും പ്രതീക്ഷിക്കില്ല. പക്ഷേ ആ അഡ്വക്കേറ്റ് അത് പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ന്യൂസ് ആയതാണ്, നിങ്ങൾ കേരളത്തിൽ കണ്ടതാണ് അങ്ങനെ അല്ലേ. അപ്പോൾ ആ ഒരു വലിയൊരു ബ്രാൻഡിനെ മൊത്തത്തിൽ, ഞാൻ ഏതാണെന്ന് പറയുന്നില്ല ബ്രാൻഡ്, മൊത്തത്തിൽ അത് വളരെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, മനസ്സിലായി. അത് ഒരിക്കലും ആ ബിസിനസ്സിൻ്റെ ഓണറോ അല്ലെങ്കിൽ അതിൻ്റെ ആരാണോ പ്രധാനപ്പെട്ട ആൾക്കാർ അവരതൊരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. ഓക്കെ, യെസ്. അപ്പോൾ ലോസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സപ്ലൈസ് ഓർ കസ്റ്റമേഴ്സ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഫാഷനുണ്ടായ മാറ്റം കൊണ്ട് കുറച്ച് കസ്റ്റമർ നഷ്ടപ്പെടുത്തി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് അൺഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, നമ്മുടെ ബിസിനസ്സിന് അത് യോജിക്കുന്നതല്ല. ഒരു സ്ഥാപനം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഇതുപോലുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ അവിടുത്തെ ജോലിക്കാരൻ ക്യാമറ വെച്ച് പിടിച്ചു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒരിക്കലും അവിടെ ജോലിക്ക് നിർത്താൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ, കസ്റ്റമറിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ അവിടെ ഇല്ല, അപ്പോൾ അത്തരത്തിലുള്ള കട ഇനി നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല. അൺഫേവറബിൾ ആണ്. നമ്മുടെ സാഹചര്യം മാറി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മാറാനായിട്ട് തയ്യാറാവണം. ഇപ്പോൾ ഈ COVID-19 വന്ന കാലഘട്ടത്തിൽ പല ഹോട്ടലുകളും ഹോം ഡെലിവറി നടത്തി, ഫ്രീ ആയിട്ട് നടത്തി. അപ്പോൾ അവർ പിടിച്ചു നിന്നു. അല്ലാത്തവർ ഞങ്ങൾ ഹോം ഡെലിവറി നടത്തില്ല, ഇവിടെ വന്ന് വാങ്ങിക്കട്ടെ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നവർ അവിടെ നിന്നു പോയി, അവർ പൊട്ടിപ്പോയി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണെങ്കിൽ നഷ്ടമായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിനെ ഫേവറബിളാക്കി മാറ്റണം. അതായത് ആ സാഹചര്യത്തിനെ നമ്മുടെ സാഹചര്യവുമായിട്ട് അനുകൂലമാക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങൾ, പ്യുവർ റിസ്കിൽ പ്രോഫിറ്റ് ഇല്ല, എന്നാൽ ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ രണ്ട് സാധ്യതയാണ് ഉള്ളത്, ഒന്നില്ലെങ്കിൽ ലോസ് സംഭവിക്കാം അല്ലെങ്കിൽ ഗെയിൻ സംഭവിക്കാം. അൺഫേവറബിളായ കണ്ടീഷനാണ്, അതായത് നമുക്ക് യോജിക്കുന്ന കണ്ടീഷൻ അല്ല എങ്കിൽ ലോസ് സംഭവിക്കും. നമ്മുടെ ബിസിനസ്സിന് യോജിക്കുന്ന കണ്ടീഷനാണെങ്കിൽ പ്രോഫിറ്റും സംഭവിക്കും. ഇപ്പോൾ നമുക്കറിയാം COVID-19 വരുന്നത് വരെ ആരും ടാബും അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒന്നും അധികം വാങ്ങിച്ചിരുന്നില്ല. അന്ന് ലാപ്ടോപ്പൊക്കെ 10-20,000 കൊടുത്തൊക്കെ എടുത്താലും കിട്ടുമായിരുന്നു. പക്ഷേ COVID-19 അങ്ങനെ വന്നതോടുകൂടി എല്ലാവർക്കും ലാപ്ടോപ്പ് വേണം, ടാബ് വേണം. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് അന്വേഷിക്കുമ്പോൾ ഇല്ല, സ്റ്റോക്കില്ല, 25,000-30,000 ഒരാൾ കയറ്റി. അപ്പോൾ അവരുടെ ബിസിനസ്സിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ വന്നു. അപ്പോൾ പ്രോഫിറ്റ് വന്നു. അതിന് മുന്നേ അവർ പാവങ്ങൾ ചൊറിയും കുത്തിരിക്കുകയായിരുന്നു, അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനായിരുന്നു, അപ്പോൾ ലോസ് ആയിരുന്നു. കണ്ടോ? അപ്പോൾ അത്തരത്തിലുള്ള റിസ്ക്കുകൾ, അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഫേവറബിളും അൺഫേവറബിളുമായിട്ടുള്ള കണ്ടീഷൻസ് വരാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിയേറ്ററുകൾ എടുക്കുകയാണെങ്കിൽ ഒരു അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ വന്നു, COVID-19. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ്സിൽ റിസ്ക് സംഭവിച്ചു. അത്തരം റിസ്ക്കുകളെ നമ്മൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്നാണ് പറയുക. ഓക്കെ, ക്ലിയർ? അപ്പോൾ സ്പെക്കുലേറ്റീവ് റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പെക്കുലേറ്റീവ് റിസ്ക് ഇൻവോൾവ് ബോത്ത് ദ പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗെയിനും ഉണ്ടാവും അല്ലെങ്കിൽ ലോസും ഉണ്ടാവും. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റ് കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസ്ക് വരാൻ സാധ്യതയുള്ളത്. ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഡിമാൻഡും സപ്ലൈയിലും എന്തെങ്കിലുമൊക്കെ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴും, അതുപോലെ തന്നെ ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓർ ചേഞ്ചസ് ഇൻ ഫാഷൻ, വിലയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഫാഷനിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, ചേഞ്ചസ് ഇൻ ടേസ്റ്റ് ഓഫ് കസ്റ്റമറിൻ്റെ ടേസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുക. ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ COVID-19 കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വില കൂടി, പ്രൈസ് കൂടി. കാരണം അതിന് ഡിമാൻഡ് കൂടി എന്നുള്ളതാണ്, മനസ്സിലായോ?
അപ്പോൾ അത്തരം മാർക്കറ്റ് കണ്ടീഷൻസ് ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് അത്തരം ബിസിനസ്സുകൾക്ക് അത് ഫേവറബിൾ ആയിരുന്നു, അവർക്ക് ഗെയിൻ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ മറ്റു ചില ബിസിനസ്സുകൾ, തിയേറ്റർ പോലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സിനിമയില്ല, ഓടിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്ക് നഷ്ടമായി. അപ്പോൾ ഒരു ഫേവറബിളും അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ച് ബിസിനസ്സിന് ഉണ്ടാകുന്ന റിസ്ക്കാണ് സ്പെക്കുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് നമ്മൾ പഠിച്ച റിസ്ക്കാണ് പ്യൂർ റിസ്ക്. ഇവിടെ എന്ന് വെച്ചാൽ പ്യൂർ റിസ്ക് ഇൻവോൾവ് ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. ഇപ്പോൾ നമ്മൾ തീ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒന്നില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ തീ പിടിക്കുന്നില്ല, അപ്പോൾ നഷ്ടമൊന്നുമില്ല, പക്ഷെ അതനുസരിച്ച് ലാഭമുണ്ടോ? ഇല്ല. അപ്പോൾ ഒന്നില്ലെങ്കിൽ നഷ്ടം സംഭവിക്കും, അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കില്ല. ഇതാണ് പ്യൂർ റിസ്ക് എന്ന് പറയുന്നത്. ഇറ്റ് അറൈസസ് ഡ്യൂ ടു ചാൻസസ് ഓഫ് ഫയർ, തെഫ്റ്റ്, ആരെങ്കിലും കട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ സ്ട്രൈക്ക്. ഇപ്പോൾ എന്തെങ്കിലും സമരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കും, പക്ഷേ ആ സമരം ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നമുക്ക് വലിയ നേട്ടവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള 2 റിസ്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ പാർട്ട് ഫിനിഷായി. നമ്മൾ പാർട്ട് 9 ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചർ ഓഫ് ബിസിനസ് റിസ്കിനെ കുറിച്ചാണ്, ബിസിനസ് റിസ്കിൻ്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ്. സോ നിങ്ങൾ പാർട്ട് 9 വിസിറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനകത്തും ഈ വീഡിയോസ് നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ വീഡിയോസും ഫ്രീ ആണ്. നമ്മുടെ ഫേസ്ബുക്ക് ID എന്ന് പറയുന്നത് www.facebook.com/SATC Victors Academy. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ചോദിക്കാവുന്നതാണ്. പിന്നെ ദിസ് ഈസ് മൈ ഇൻസ്റ്റഗ്രാം ID. ഇവിടെയും നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ടെങ്കിൽ മെസ്സേജുകളുണ്ടെങ്കിൽ അയക്കാവുന്നതാണ്. സോ ദിസ് ഈസ് മൈ ID at Instagram at Sunshine SATC, SUNSHINE SATC. So thank you. Please visit next part. Please subscribe, comments and share. Thank you once again.